നമുക്കിത് പരിമിതമായ സമയമുള്ള ഒരു ചർച്ചയല്ലേ? കാര്യങ്ങൾ താങ്കൾ പറയൂ. അതായത് നിങ്ങൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചെയ്തത് എന്താണ്? നിങ്ങൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചെയ്തത് എന്താണ് എന്ന് കാര്യം പറയൂ. എന്താണ് നിങ്ങൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചെയ്തത് എന്താണെന്ന് പറയൂ. അല്ലാതെ ഇങ്ങനെ ഉപരിപ്ലവമായി പ്രസംഗിക്കല്ലേ. 10-75 വർഷക്കാലമായിട്ട് കോൺഗ്രസ് 10-75 വർഷക്കാലമായിട്ട് മഹാത്മാഗാന്ധിജിയുടെ ഒരു വാല്യൂവും ഈ നാട്ടിൽ കൃത്യമായി കുറെ പേരുകൾ ഇട്ടിരുന്നുകൊണ്ട് കാര്യമില്ല സാർ. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ശൈലികൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പും ലോകത്തിന് മുൻപിലും കൃത്യമായി പ്ലേസ് ചെയ്ത് നരേന്ദ്രമോദിയാണെന്ന്. വെറുതെ പറയല്ലേ, ചുമ്മാ ഞാൻ പറഞ്ഞു. താങ്കൾ ഇങ്ങനെ പ്രസംഗിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഇങ്ങനെ ദീർഘനേരം പ്രസംഗിക്കല്ലേ. വസ്തുതകൾ പറയാം. ഒന്നാമത് മഹാത്മാഗാന്ധി മതനിരപേക്ഷതയുടെ സഹവർത്തിത്വത്തിന്റെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിന്റെ ആളായിരുന്നു. അത് നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയൂ. ഞങ്ങൾ ചെയ്തു. നിങ്ങൾ എന്താ ചെയ്തത്? ലോകത്തിന് മുമ്പിൽ ഗാന്ധിയുടെ ആശയത്തെ ഈ രാജ്യം റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയാൻ എന്താ പറഞ്ഞത്? അല്ല, എന്താ താങ്കൾ ആകെ പറഞ്ഞ ഒരു സ്വച്ഛ് ഭാരത് അഭിയാന്റെ കാര്യമാണ്. വേറെ എന്താ ചെയ്ത് പറ. വ്യക്തിപരമായിട്ട് പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലെന്ന്. വേറെ എന്തെന്ന് പറ. സ്വച്ഛ് ഭാരത് അഭിയാനെ കുറിച്ച് താങ്കൾ പറഞ്ഞ കേട്ടു. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചെവി കേൾക്കുന്നില്ലെങ്കിൽ കേട്ടോ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മഹാത്മാഗാന്ധിജിയുടെ ആശയാദർശങ്ങളെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഉയർത്തുന്നതിൽ ഒന്നാമനായി പ്രവർത്തിച്ചു. കോൺഗ്രസ് അതിൽ പരാജയപ്പെട്ടു. ആ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതിന് നിങ്ങൾ വക്രീകരിച്ചു. ഇതിന് മേലെ എന്താ വേണ്ടത്? സ്വച്ഛ് ഭാരത് അഭിയാൻ മുതലുള്ള കാര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് മോദി നടപ്പിലാക്കിയത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. ആ പദ്ധതി ഈ ലോകം മുഴുവൻ അംഗീകരിച്ച പദ്ധതിയാണ്. മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം കേട്ടോ. ഇനിയും വരുന്ന മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം. ആശയങ്ങൾ പ്രചരിപ്പിക്കും. മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം. മതനിരപേക്ഷത എന്ന് പറയും. അതിലെന്താ വിരോധമുള്ളത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് വിഷയം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഉണ്ടാക്കുന്ന കുത്തിത്തീർപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നരേന്ദ്രമോദി എന്താ ഈ 6 ഘട്ടങ്ങളിൽ പ്രസംഗിച്ചത്? ഉള്ളിൽ അജണ്ടയുള്ള നരേന്ദ്രമോദി എന്താണ് ഈ 6 ഘട്ടങ്ങളിൽ പ്രസംഗിച്ചത് എന്ന് നമ്മൾ കേട്ടതല്ലേ? അല്ലാണ്ട് നരേന്ദ്രമോദിയും BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മതനിരപേക്ഷതയ്ക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ. നമ്മൾ തമ്മിൽ തർക്കിച്ച എവിടെ എത്താത്ത വിഷയമാണ്. ആളുകൾ മനസ്സിലാക്കട്ടെ. ശ്രീ കെ പി നൗഷാദ് അലി ഒരു പാർസിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആൾക്കാർ ഈ കോട്ടിട്ട റൂമിൽ ഇരുന്നിട്ട് ഈ കുത്തിത്തിരിപ്പുകളെ തിരിക്കാന്നല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 5 വർഷം 10 വർഷമൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വരും. ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസവും കൂടി കാലിക്കടത്ത് ആരോപിച്ച ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു. ആകെ എത്ര പേര് മരിച്ചു എന്ന് കണക്കെടുത്ത് നോക്കും, നന്നാവും. ഗൂഗിളിൽ അവൈലബിൾ ആണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.